ശിവകാർത്തികൻ പ്രൊഡ്യൂസ് ചെയ്ത് അന്നാബെന്നും സൂര്യയും കൂടെ ലീഡ് റോളിൽ വന്ന ഒരു മൂവിയാണ് കൊട്ടുകാളി. ഈ ഒരു സിനിമ റിലീസായ സമയത്ത് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് സിനിമയുടെ കണ്ടന്റും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ആകെ എനിക്ക് വർക്കാവാത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ എൻഡിങ് കൊടുക്കായിരുന്നു. ഇത് സിനിമയുടെ ആ ഒരു എൻഡിങ് പോർഷനിലോട്ട് വരുമ്പോൾ എസ്പെഷ്യലി ഇനി നിങ്ങളുടെ ഡിസിഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളാണ് ഈ ഒരു സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കും, ആ രീതിക്കാണ് ഈ ഒരു മൂവിയുടെ എൻഡിങ് വന്നിരിക്കുന്നത്. പല ആൾക്കാരെ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കാം. ആൻഡ് ഈ ഒരു മൂവി ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വരാനുള്ള കാരണം വെച്ചാൽ ഒരു പക്ക ഒരു അവാർഡ് മൂവി മെറ്റീരിയൽ എന്താണോ അതേ രീതിയിലാണ് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു സബ്ജക്ട് വൈസ് തന്നെ കുറവർക്ക് ഇഷ്ടപ്പെടാതായിരിക്കാം. കാരണം ഓരോ ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. ഞാൻ ഇതുപോലത്തെ ഒരു കുറച്ച് സ്റ്റൈൽ ഓഫ് മൂവീസ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ തീംസ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ആയി. പക്ഷെ പ്രോബ്ലം ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ മൂവിയിൽ ആ ഒരു മേക്കിംഗ് സ്റ്റൈലിലും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗിൽ തന്നെ കുറച്ച് ലാഗ്, കുറച്ചധികം നമുക്ക് ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അവാർഡ് മെറ്റീരിയൽ മൂവിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്രെയിംസ് ഒക്കെ ഇങ്ങനെ സ്റ്റില്ലായിട്ട് കുറച്ച് നേരം വെച്ചിരിക്കും. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു. കുറച്ച് സീനൊക്കെ ഫൈൻ, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് സീക്വൻസിൽ അങ്ങനെ തന്നെ കാണിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും, അല്ലെങ്കിൽ ആ ഒരു ലാഗ് ഫീൽ ചെയ്യും. അതൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ് എന്താണോ അത് കുറച്ചും കൂടി കാണിച്ചിരുന്നെങ്കിൽ ആ ഒരു ലാഗ് ഫീലും അല്ലെങ്കിൽ ഒരുപാട് ഓഡിയൻസിനെ കുറച്ചും കൂടി മൂവി ഇഷ്ടപ്പെട്ടേനെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതുപോലത്തെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആൻഡ് ഇത് മൂവിയുടെ ഒരു സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ട് എടുത്ത് സംസാരിക്കുന്ന ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു തരത്തിലുള്ള ഒരു ഫ്രീഡം ഒന്നുമില്ല. അവരെ ലോക്ക് ചെയ്ത് വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അത് ഈ ഒരു സിനിമയിൽ ഒരു 2-3 ഷോട്ടിൽ നൈസായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു മുടി കെട്ടുന്ന ഒരു സീനുണ്ട്, അല്ലെങ്കിൽ ഒരു കോഴീനെ ഇങ്ങനെ നൂല് കെട്ടി കാറിൽ വെച്ചിരിക്കും. സോ അതായത് കൺട്രോളാണ്, നമ്മുടെ അണ്ടർ കൺട്രോളിലാണ്. സോ അത് അങ്ങനെ തന്നെ ഇരിക്കണം ജീവിതകാലം മുഴുവൻ. അങ്ങനത്തെ ഒരു പ്ലോട്ട് സംസാരിക്കുന്ന മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ അന്നാബെന്നിന്റെ ക്യാരക്ടറിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ ഫാമിലി എല്ലാം കൂടി ഡിസിഷൻ എടുത്തിട്ട് അന്നാബെന്നിനെയും കൊണ്ട് ഒരു പൂജാരിനെ കാണാൻ പോകും. സോ ഈ കൊണ്ടുപോകുന്ന സമയത്ത് 2 ഫാമിലീസ് ആയിട്ട് ഒരുമിച്ചാണ് പോകുന്നത്. സോ ഈ പോകുന്ന ട്രാവലിൽ ഇവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ ഒക്കെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇനിയാണ് ശരിക്കുള്ള കണ്ടന്റ് പറയാൻ പോകുന്നത്. പക്ഷെ അവിടെ വെച്ച് സിനിമ അങ്ങ് എൻഡ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എൻഡിങ് എനിക്ക് പ്രോപ്പറായിട്ട് തോന്നിയില്ല. ആ ഒരു മെയിൻ കണ്ടന്റ് സംസാരിക്കാനുള്ള ടൈം എത്തിയപ്പോഴാണ് ശരിക്കും ആ സിനിമ അവസാനിക്കുന്നത്. അതുവരെ ഇവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇവർ ട്രാവൽ ചെയ്ത് വരുമ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ശരിക്കും എന്താണ് സംസാരിക്കേണ്ട അല്ലെങ്കിൽ സിനിമയുടെ പ്ലോട്ട് എന്താണ് ഉദ്ദേശിക്കേണ്ട ആ ഒരു പോയിന്റിൽ വെച്ച് മൂവി അങ്ങ് എൻഡ് ചെയ്തിട്ട് ബാക്കി നിങ്ങളുടെ ഡിസിഷൻസ് ആണ്, നിങ്ങളാണെങ്കിൽ എന്ത് തീരുമാനം എടുക്കും, അല്ലെങ്കിൽ നിങ്ങളാണ് എന്ത് ചെയ്യും എന്ന രീതിയിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് സിനിമ എൻഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് ഒന്നും എനിക്ക് അത്രയ്ക്കും വർക്കായില്ല. ആൻഡ് ഈ ഒരു മൂല്യം മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് എല്ലാവരും, അതായത് ജീവിക്കായിരുന്നു എല്ലാവരും. ആക്ടേഴ്സ് എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യണമെന്ന് പറയത്തില്ല. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഈച്ച് ആൻഡ് എവ്രി വൺ. ആൻഡ് സൂരി പറയേണ്ട കാര്യമില്ല, പുള്ളിക്കാരൻ വാസ് ലൈക്ക് കിഡിലെന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യപ്പെടുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. സൂര്യ ആയാലും അന്നാബെൻ ആയാലും അല്ലെങ്കിൽ ആ സിനിമയിൽ വന്നു പോകുന്ന മറ്റുള്ള ക്യാരക്ടേഴ്സ് ആയാലും എല്ലാവരുടെ പെർഫോമൻസ് വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു. ആൻഡ് മെയിൻ ആയിട്ടൊരു കാര്യം എടുത്ത് പറയാം, ഈ സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് പോയി സിനിമ കണ്ടിട്ട് എന്നെ ഒന്ന് തെറി വിളിക്കരുത്. നല്ല രീതിക്ക് ലാഗ് ഫീൽ ചെയ്യും. ചില ഏരിയസിൽ ഡയലോഗ്സോ എന്തിനു പറയാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും ഇല്ല. ഫുൾ സിനിമ ഇരുന്ന് കാണാനാണ് പ്ലാനെങ്കിൽ നല്ല ക്ഷമ വേണം, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് പോകുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.